നമസ്കാരം. സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തി. മുഖ്യമന്ത്രിയും സ്പീക്കറും സ്വീകരിച്ച് ആനയിച്ചു. എന്തൊക്കെയാണ് ഇന്നുണ്ടായത് എന്ന് നമുക്ക് നോക്കാം. സംഭവബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം. ഏറെ കാലത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനത്തിന് ആയി ഒരു വരി പോലും ഇല്ലാത്ത സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പാടിയ നയപ്രഖ്യാപന പ്രസംഗം. ഈ ദിവസം സർക്കാരിൻ്റെ സുപ്രധാനമായ ദിവസമാണല്ലോ. ആദ്യത്തെ നയം പ്രഖ്യാപിക്കുകയല്ലേ, വരും നാളുകളിലേക്കുള്ള നയം പ്രഖ്യാപിച്ച പ്രസംഗം. എന്നാൽ ആദ്യ 10 ദിവസം കഴിയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും പ്രതിരോധത്തിലേക്ക് നീങ്ങിയ അസാധാരണ സാഹചര്യം സർക്കാരിന് മുന്നിൽ ഉണ്ടായി. നയപ്രഖ്യാപന പ്രസംഗം തന്നെ നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനത്തിൻ്റെ കനം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അന്തർധാരയാണ്. പിണറായി മോഡി അന്തർധാര എന്ന് പറയുന്ന അതേ സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉൾപ്പെടുത്തിയിട്ടില്ല. കനം കുറവാണെന്നല്ല, ഒരു വരിയുമില്ല, വിമർശനമേ ഇല്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സമീപനം തന്നെ ഫെഡറൽ സംവിധാനത്തിനെതിരായി എതിരെ നിലകൊള്ളുന്ന സർക്കാർ എന്നതാണല്ലോ. അന്വേഷണ ഏജൻസികളുടെ കാര്യം പോട്ടെ, അത് രാഹുൽ ഗാന്ധി മാത്രം പറയും, ഇവിടെ വരുമ്പം വേറെ തരത്തിലാണെന്ന് വെക്കാം. എന്നാൽ പോലും ഫെഡറൽ സംവിധാനത്തിന് എതിരായൊരു നിലപാടെടുക്കുന്ന സർക്കാർ എന്നാണ് കേന്ദ്രത്തിനെതിരായ വിമർശനം. അങ്ങനെ ഒന്നും ഹൈക്കമാൻഡിൻ്റെയോ AICCയുടെയോ കോൺഗ്രസിൻ്റെയോ ദേശീയ നയം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിമർശനവും ഇല്ല. അത് പോട്ടെ, പ്രതിപക്ഷ നേതാവിൻ്റെ വാടക വീട്ടിൽ ED കയറിയ സംഭവം ദേശീയ തലത്തിൽ തന്നെ വിമർശനം വിളിച്ചു വരുത്തിയിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി മാത്രം മിണ്ടാതിരുന്നത് കടുത്ത എതിർപ്പുയർത്തി നിൽക്കുകയുമാണ്. ഈ ദിവസം എല്ലാത്തിനും മുഖ്യമന്ത്രിയുടെ പുതുമോടി ഒന്നാകെ ചോദ്യം ചെയ്യപ്പെട്ട ദിവസമായി മാറി എന്നതാണ് നയപ്രഖ്യാപനത്തിലെ BJP വിമർശനമില്ലായ്മ മുതൽ ഇങ്ങോട്ട്. ആദ്യം മുഖ്യമന്ത്രിയുടെ സഭയിലേക്കുള്ള യാത്രയിൽ നിന്ന് തുടങ്ങാം. അവിടെ ഒരു വലിയ മാറ്റമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഏത് നിമിഷം എവിടെ വെച്ചും എങ്ങനെയും കയറി ചെല്ലാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി ഇതാ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയ സർക്കാരിൻ്റെ അല്ലെങ്കിൽ VD സതീശൻ്റെ പ്രഖ്യാപനം പാഴായിരുന്നു എന്ന് വ്യക്തമാക്കി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. ED റെയ്ഡിന് ശേഷം, പിണറായിയുടെ വീട്ടിലെ ED റെയ്ഡിന് ശേഷം 11-ലധികം തവണയായി മാധ്യമങ്ങൾ സമീപിച്ചിട്ടും പൂക്കി ചിരിചിരിച്ച് സ്ഥലം വിട്ട VD സതീശൻ ഒടുക്കം നയപ്രഖ്യാപന ദിവസം കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്കാകെ വിലക്ക് ഏർപ്പെടുത്തി എന്ന വാർത്തയാണ് രാവിലെ തന്നെ വന്നത്. സർക്കാർ അനുകൂല ഒന്നാം നിര ചാനലുകൾ വാർത്ത മുക്കിയെങ്കിലും ചുരുക്കം മറ്റു ചില മാധ്യമങ്ങളിലൂടെ സംഗതി ജനം അറിഞ്ഞു. അകത്തേക്ക് കയറ്റി വിടണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഇക്കുറി വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത് നയപ്രഖ്യാപന ദിവസമായ ഇന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല, അതുകൊണ്ട് മാധ്യമങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്. അത് മാത്രമല്ല, മാധ്യമങ്ങളെ ഇന്ന് കാണില്ല ദിവസങ്ങളിലാണ് നമ്മൾ ആൾക്കാരോട് മിണ്ടാത്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കമാന്തരക്ഷരം മിണ്ടരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാധ്യമ വിലക്കിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. അത് 10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റ് തുറന്നു എന്ന വ്യാജ പ്രചരണത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ്. 10 വർഷത്തിന് ശേഷം എന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് VD സതീശൻ തൻ്റെ ഫേസ്ബുക്കിൽ കാറ് ആ ഗേറ്റിലൂടെ കടത്തിവിടുന്ന ഫോട്ടോ ഇട്ട് പ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ സമരം വരുമ്പോൾ അടച്ചിടുന്ന ഗേറ്റാണ് എന്ന് പഴയ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൽ വിശദീകരിച്ചതാണ് ഒരു വീഡിയോയിലൂടെ. ഇന്നിപ്പോൾ 10 വർഷത്തിന് ശേഷം തുറന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ ഗേറ്റിൻ്റെ തുറക്കലിന് 10 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂട്ടിക്കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കാണത്രേ കടുത്ത സതീശൻ അനുകൂല മാധ്യമങ്ങൾ മുക്കിയെങ്കിലും ചിലരൊക്കെ വാർത്ത കൊടുത്തു. ഇനി മൂന്നാമത്തേത് നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഉണ്ടായതാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ദേ മാതരം ചൊല്ലി. പക്ഷേ സത്യപ്രതിജ്ഞയിലേതുപോലെ BJP സർക്കാർ ആഹ്വാനം ചെയ്ത മുഴുവൻ വരികളും ചൊല്ലിയില്ല എന്ന് ആശ്വാസം. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ RSSന് കീഴടങ്ങി എന്ന വിമർശനത്തിന് പോലും അന്നത്തെ സത്യപ്രതിജ്ഞയിലെ ദിവസത്തെ വന്ദേമാതരം കാരണമായതാണ്. എന്നാൽ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ദേമാതരം വേണം എന്ന് ഗവർണർ നിലപാട് എടുത്തപ്പോൾ സർക്കാർ തിരിച്ച് ഒരു നിലപാട് കൂടി എടുത്തു. മുഴുവൻ ആലപിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്. എന്നാൽ ഗവർണർ ഉണ്ടെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായി വേണം എന്ന ആവശ്യം സഭയിലെ ഈ പൂർണ്ണമായി ആലപിക്കാത്ത സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ അതൃപ്തി ഗവർണർ സ്പീക്കറെ അറിയിച്ചു. മറ്റൊന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിനിടെയുണ്ടായ ഒരു ചട്ടലംഘനമാണ്. പ്രവേശനമില്ലാത്ത നിയമസഭയുടെ അകത്ത് DGP റവട ചന്ദ്രശേഖർ പ്രവേശിച്ചതാണ് സംഭവം. പതിവില്ലാത്ത അസാധാരണമായ ഒരു വരവ്.
അത് DGP ഗവർണർക്കൊപ്പം സഭയിൽ മഫ്തി വേഷത്തിലെത്തി. ഒരു വേഷത്തിലും വരാൻ പാടില്ല. അവിടെ ഗവർണർ, സഭയിലെ അംഗങ്ങൾ, അസാധാരണമായ സാഹചര്യങ്ങളിൽ AGയെ പോലുള്ള ആളുകൾ വരുന്നതല്ലാതെ മറ്റ് ആർക്കും വരാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. പ്രോട്ടോകോൾ പ്രകാരം DGPക്ക് സഭയ്ക്കകത്ത് കടക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടു എന്നും അശ്രദ്ധ കൊണ്ടാകാം പ്രവേശിച്ചത് എന്നും സ്പീക്കർ തിരുവഞ്ചൂർ സഭയിൽ മറുപടിയും നൽകി. പിന്നീട് അതിൽ പിടിച്ച് പ്രശ്നമുണ്ടാക്കാൻ എന്തായാലും പ്രതിപക്ഷം തയ്യാറായില്ല. അത് അംഗീകരിച്ച് പ്രതിപക്ഷ നേതാവും അങ്ങനെ അറിയാതെ സംഭവിച്ചതാകാം എന്ന് നിലപാടിലേക്ക് എത്തുകയാണ് ചെയ്തത്. സ്പീക്കർ DGPയോട് ഇക്കാര്യം സംസാരിക്കുമെന്ന് കരുതുന്നതായും പിണറായി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗം നയമില്ലാത്ത പ്രഖ്യാപനം എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തി. എന്നാൽ കടുത്ത ആക്രമണത്തിന് തുടക്കത്തിൽ തയ്യാറില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ തുടക്കമാണ് ഇത്. ഇനിയും സർക്കാരിന് മുന്നിൽ സമയമുണ്ട്. കഠിനമായ എതിർപ്പ് ആദ്യമേ രേഖപ്പെടുത്തുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നാടിൻ്റെ താല്പര്യത്തിനും ജനക്ഷേമത്തിനും എതിരായ എന്തെങ്കിലും വന്നാൽ എതിർക്കും. നയപ്രഖ്യാപനം ഉദ്ദേശ രീതിയിലാകാത്തത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എന്നും പിണറായി വിജയൻ ഏത് മട്ടിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് വലിയ കൗതുകം ഉണ്ടായിരുന്നു. 10 വർഷം മുഖ്യമന്ത്രിയായ അതേ നിയമസഭയുടെ മീഡിയ റൂമിൽ ഏകനായി വന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രസ് മീറ്റ്. ഈ പ്രസ് മീറ്റിൽ മകൾ വീണയ്ക്കെതിരായ ED നടപടിയെക്കുറിച്ചും ചോദ്യം ഉയർന്നു. മാധ്യമങ്ങൾ ശരിയും അല്ലാത്തതുമായി നിരന്തരമായി നടത്തുന്ന റിപ്പോർട്ടുകളിൽ പലതും കയ്യും കണക്കുമില്ലാതെ എന്നാൽ അമ്പും തുമ്പുമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനാൽ ഈ സാഹചര്യത്തിൽ പിണറായിയെ നേരിട്ട് കാണുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം സ്വാഭാവികം. അതിൽ പ്രധാനം വീണയുടെ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തെക്കുറിച്ച് വന്നൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യാജ വാർത്ത. ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. കാർഡ് വീണയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതാണ് ആ വ്യാജ വാർത്ത. ഒരാൾക്ക് ഇന്ത്യയിൽ 242 ബാങ്ക് അക്കൗണ്ട് ഇക്കാലത്ത് നിലനിർത്തി കൊണ്ടുപോകാനാവുമോ എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു വാർത്ത. അതിൽ പിണറായി വിജയൻ വിശദീകരണം നൽകി. നിങ്ങൾ ചിലർ പറയുന്നത് പോലെ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ, ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണ് അത് വസ്തുതയാണ്. ED അന്വേഷണം നീളുന്നതും പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൗസിലെ താമസം വൈകുന്നതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയം കഴിഞ്ഞ ദിവസം CPM ഉന്നയിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് താമസം മാറ്റുന്നതിനെ കുറിച്ചുള്ള മറുപടി നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല, ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിന് അവിടെ താമസിക്കാനും ഓഫീസ് ഉപയോഗിക്കാനും കഴിയില്ല. അവിടെ ഉള്ളയാളെ അങ്ങോട്ട് മാറണം, അതിനുശേഷമല്ലേ എനിക്ക് അങ്ങോട്ട് മാറാനാവും. അപ്പൊ അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. സംഭവബഹുലമായ VD സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം എന്തായാലും ഇന്നുകൊണ്ട് അവസാനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു വിവിധ സംഭവങ്ങൾ. രാഷ്ട്രീയ അനുരണനങ്ങൾക്ക് ഏറെ സ്കോപ്പുള്ള സംഭവ വികാസങ്ങൾ. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.